നമസ്കാരം. എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യുകെയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്ക് 4% നിന്ന് 3.75% കുറച്ചു. 3 വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിരക്കാണിത്. വർദ്ധിച്ചുവരുന്ന തൊഴിലില്ലായ്മയും ദുർബലമായ സാമ്പത്തിക വളർച്ചയും കാരണമാണ് ഈ തീരുമാനം. 9 അംഗങ്ങളുള്ള മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ 5-4 എന്ന ഭൂരിപക്ഷത്തിലാണ് പലിശ നിരക്ക് കുറയ്ക്കുവാൻ തീരുമാനമായത്. പലിശ നിരക്കുകൾ ക്രമേണ താഴേക്കുള്ള വഴിയിലാണെന്നും എന്നാൽ ഭാവിയിലെ കുറവ് സമ്പദ് വ്യവസ്ഥയുടെ നില അനുസരിച്ചായിരിക്കുമെന്നും ബാങ്ക് മുന്നറിയിപ്പ് നൽകി. അടുത്ത വർഷം സമ്പദ് വ്യവസ്ഥയിൽ വളർച്ച പ്രതീക്ഷിക്കുന്നതായും പണപ്പെരുപ്പം 2% ലക്ഷ്യത്തിന് അടുത്തെത്തുമെന്നുമാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ വിലയിരുത്തൽ. പലിശ നിരക്ക് കുറയുന്നതോടെ ഹോം ലോണുകളും ബിസിനസ് വായ്പകളും എടുക്കുന്നവർക്ക് ആശ്വാസമാകുമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ സേവിംഗ്സ് അക്കൌണ്ടുകളിലെ പലിശ കുറയുവാനും സാധ്യതയുണ്ട്. രാജ്യത്ത് നിലവിലുള്ള £100 കോൺടാക്ട് ലെസ് പേയ്മെന്റ് പരിധി നീക്കം ചെയ്യുവാനുള്ള പദ്ധതികളുമായി ഫിനാൻഷ്യൽ കണ്ടക്ട് അതോറിറ്റി മുന്നോട്ടു പോകുന്നു. പുതിയ നിർദ്ദേശങ്ങൾ പ്രകാരം ഒന്നെങ്കിൽ ആളുകൾക്ക് സ്വന്തമായി കോൺടാക്ട് ലെസ് കാർഡ് പേയ്മെന്റ് പരിധികൾ നിശ്ചയിക്കുവാൻ സാധിക്കും, അല്ലെങ്കിൽ പരിധി പോലും ഇല്ലാതെയാക്കുമെന്ന് റെഗുലേറ്റർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മാർച്ച് മുതൽ 4-അക്ക പിൻ നമ്പർ നൽകാതെ തന്നെ പരമാവധി അല്ലെങ്കിൽ പരിധിയില്ലാത്ത ഒറ്റ പേയ്മെന്റ് തുക സജ്ജീകരിക്കുവാൻ ബാങ്കുകൾക്കും കാർഡ് ദാതാക്കൾക്കും അധികാരം നൽകും. ചില ബാങ്കുകൾ ഇതിനോടകം തന്നെ ഈ സവിശേഷത വാഗ്ദാനം ചെയ്യുന്നുമുണ്ട്. 2007 കോൺടാക്ട് ലെസ് കാർഡ് പേയ്മെന്റുകൾ അവതരിപ്പിച്ചു തുടങ്ങിയത്. അപ്പോൾ ഇടപാട് പരിധി £10 നിശ്ചയിച്ചിരുന്നു. 2020 കോവിഡ് പാൻഡമിക് സമയത്ത് £45 പിന്നീട് 2021 ഒക്ടോബറിൽ £100 ഉയർത്തി. അതേസമയം കാർഡ് മോഷണം, തട്ടിപ്പ് എന്നിവ വർദ്ധിക്കുമോ എന്ന ആശങ്കയും ചില ഉപഭോക്തൃ സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്നുണ്ട്. എന്നാൽ നിയമപ്രകാരം അനധികൃത കോൺടാക്ട്ലെസ് ഇടപാടുകൾ നടന്നാൽ ഉപഭോക്താക്കൾക്ക് ബാങ്കുകളിൽ നിന്ന് പണം തിരികെ ലഭിക്കുവാനുള്ള സംരക്ഷണം തുടരും. അമേരിക്കയിലെ പുതിയ ബ്രിട്ടീഷ് അംബാസിഡറായി ക്രിസ്റ്റ്യൻ ടർണറെ നിയമിച്ചു. ബാലപീഡകനായ ജെഫ്രി എപ്സ്റ്റീനുമായുള്ള മുൻ അംബാസിഡർ ലോർഡ് പീറ്റർ മെൻഡൽസിന്റെ ബന്ധം തുടരുന്നതിന്റെ ഇമെയിലുകളും ഫോട്ടോകളും ഉൾപ്പെടെയുള്ള തെളിവുകൾ പുറത്തുവന്നതിനെ തുടർന്നാണ് അദ്ദേഹത്തെ പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ പുറത്താക്കിയിരുന്നത്. ഇതിനെ തുടർന്നാണ് ഈ സ്ഥാനത്തേക്ക് ക്രിസ്റ്റ്യൻ ടർണറെ നാമനിർദ്ദേശം ചെയ്തത്. ചാൾസ് രാജാവ് ടർണറെ ഔദ്യോഗികമായി നിയമിച്ചതായും അദ്ദേഹത്തിന്റെ നിയമനത്തിന് യുഎസിൽ നിന്നുള്ള ഔദ്യോഗിക അംഗീകാരം തേടുമെന്നും വിദേശകാര്യ ഓഫീസ് പ്രസ്താവനയിലൂടെ അറിയിച്ചു. യുഎസും യുകെയും തമ്മിലുള്ള ശക്തമായ ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി അംബാസിഡർ ടർണറുമായി പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് വൈറ്റ് ഹൌസ് പറഞ്ഞതായി റോയിട്ടേഴ്സ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. വളരെയധികം നയതന്ത്ര ചുമതലകൾ നേരിടേണ്ടി വരുന്ന സമയത്താണ് ടർണർ ഈ പദവി ഏറ്റെടുക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഉക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള ട്രംപിന്റെ ശ്രമത്തിൽ യുഎസുമായി സഹകരിച്ച് പ്രവർത്തിക്കുക എന്നതാണ് അവയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. 2025 സ്പോർട്സ് പേഴ്സണാലിറ്റി ഓഫ് ദി ഇയർ പുരസ്കാരം മെക്കൽ ജോയ് നേടി. വർഷം തോറും ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച കായിക താരത്തെ പൊതുവോട്ടെടുപ്പിലൂടെ ആദരിക്കുന്ന ബിബിസിയുടെ സ്പോർട്സ് പേഴ്സണാലിറ്റി ഓഫ് ദി ഇയർ പുരസ്കാരമാണിത്. ഇത്തവണത്തെ പുരസ്കാരത്തിന് അർഹനായത് ഗോൾഫ് താരം റോറി മക്രോയാണ്. കൂടാതെ ടീം ഓഫ് ദി ഇയർ, യൂറോപ്യൻ റൈഡർ കപ്പ് ടീം, വേൾഡ് സ്പോർട്സ് സ്റ്റാർ എഡ്മണ്ട് ഡ്യുപ്ലാന്റിസ്, കോച്ച് ഓഫ് ദി ഇയർ സരീന വിഗ്മാൻ, യങ് സ്പോർട്സ് പേഴ്സണാലിറ്റി ഓഫ് ദി ഇയർ മിഷേൽ അജയ്മാൻ, ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് തിയറി ഹെൻറി എന്നിവരും കരസ്ഥമാക്കി. 1954 ഈ അവാർഡ് ആരംഭിച്ചത്. ബ്രിട്ടീഷ് പൌരന്മാർക്കും യുണൈറ്റഡ് കിങ്ഡത്തിൽ ശ്രദ്ധേയമായി കളിക്കുന്നവർക്കുമാണ് ഈ അവാർഡ് ബിബിസി നൽകിവരുന്നത്. യുകെയിലെ വാർവിക്ക്ഷയറിൽ മലയാളി നഴ്സിനെ വംശീയമായി അധിക്ഷേപിക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്ത കേസിൽ നഴ്സിംഗ് ഹോം മാനേജറിനെ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൌൺസിൽ ജോലിയിൽ നിന്ന് പുറത്താക്കി. ഇംഗ്ലീഷുകാരി മിഷേൽ റോജേഴ്സിനെയാണ് പുറത്താക്കിയത്. ഇവർക്ക് പിൻ നമ്പറും നഷ്ടമായി. വിസ സ്പോൺസർഷിപ്പ് റദ്ദാക്കുമെന്നും ഭീഷണിപ്പെടുത്തി ഇന്ത്യയിൽ നിന്നുള്ള നഴ്സുമാരോട് ഇവർ ക്രൂരമായാണ് പെരുമാറിയിരുന്നതെന്നും NMC കണ്ടെത്തി. തുടർച്ചയായി 8 ദിവസം വരെ രാത്രി ജോലി ചെയ്യിപ്പിച്ചതും ഇത് ഇംഗ്ലണ്ടാണ്, ഇന്ത്യയല്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും നഴ്സുമാരെ പരിഹസിച്ചിരുന്നതായും പാനൽ കണ്ടെത്തിയിരുന്നു. ഗ്രഹാം തോമസ് ഗാർഡനർ, ദുബാരെ ആൻഡ് ബെന്യൻ, മാത്യു ജെയിംസ് കാൾസൺ എന്നിവരുടെ പാനലാണ് NMCക്ക് വേണ്ടി ഹാജരായത്. മലയാളി ക്രിമിനൽ അഭിഭാഷകൻ ബൈജു തിട്ടാലയാണ് യുവതിക്ക് വേണ്ടി ഹാജരായത്.
ക്രിമിനൽ കേസ് മാത്രം പ്രാക്ടീസ് ചെയ്തിരുന്നതിനാൽ താൽപര്യമില്ലെന്ന് അറിയിച്ചെങ്കിലും യുവതിയുടെ പ്രത്യേക സാഹചര്യം മനസ്സിലാക്കി കേസിൽ ഇടപെടുകയായിരുന്നുവെന്ന് ബൈജു തിറ്റാല പറഞ്ഞു. മൂന്നാം ഏഷ്യസ് ടെസ്റ്റിന്റെ മൂന്നാം ദിവസത്തിൽ ഓസ്ട്രേലിയയുടെ രണ്ടാം ഇന്നിംഗ്സ് ആരംഭിച്ചു. 8-ന് 213 എന്ന നിലയിൽ മൂന്നാം ദിനം ബാറ്റിംഗ് പുനരാരംഭിച്ച ഇംഗ്ലണ്ടിന്റെ സ്കോർ 286-ൽ അവസാനിച്ചു. മറുപടി ബാറ്റിംഗ് നിറങ്ങിയ ഓസീസ് ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 4 വിക്കറ്റ് നഷ്ടത്തിൽ 213 റൺസ് എന്ന നിലയിലാണ്. 286 റൺസിന്റെ ലീഡ് ഇപ്പോൾ ഓസ്ട്രേലിയയ്ക്കുണ്ട്. സെഞ്ചുറി നേടി ഹെഡും അലക്സ് കാരിയുമാണ് ക്രീസിലുള്ളത്. ഹേവാർഡ്സ് ഹേത് ഹിന്ദു സമാജത്തിന്റെ 18ാം വർഷ അയ്യപ്പ പൂജ വിപുലമായ രീതിയിൽ നടത്തപ്പെട്ടു. ഡിസംബർ 13-ന് വൈകിട്ട് 3 മണി മുതൽ 11 വരെ ഹേവാർഡ്സ് ഹേത്തിലുള്ള സ്പെയിൻസ് ഹിൽ മിലേനിയം വില്ലേജ് സെന്ററിൽ വെച്ചായിരുന്നു അയ്യപ്പ പൂജ നടന്നത്. തത്തുമസി ഭജൻസ് യുകെയുടെ നേതൃത്വത്തിലുള്ള അയ്യപ്പ നാമ സങ്കീർത്തനം, താഴൂർമന ഹരിനാരായണൻ നമ്പീശരുടെ കാർമ്മികത്വത്തിൽ ഗണേശപൂജ, വിളക്കുപൂജ, പടിപൂജ, പടിപ്പാട്ട്, നീരാഞ്ജനം, ഹരിവരാസനം, ദീപാരാധന, തുടർന്ന് അന്നദാനവും ഉണ്ടായിരുന്നു. ലണ്ടന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഒട്ടനവധി ഭക്തർ ഈ അയ്യപ്പ പൂജയിൽ പങ്കെടുത്ത എല്ലാവർക്കും സംഘാടകർ നന്ദി അറിയിച്ചു. കടുത്ത പ്രതിഷേധങ്ങൾക്കൊടുവിൽ ബിബിജി റാംജി ബിൽ രാജ്യസഭ പാസാക്കി. ബിൽ സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന പ്രതിപക്ഷ ആവശ്യം തള്ളിയാണ് ബിൽ ശബ്ദ വോട്ടോടെ രാജ്യസഭയിലും പാസാക്കിയത്. സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന ആവശ്യം തള്ളിയതോടെ പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. അർദ്ധരാത്രിയാണ് ബിൽ സഭയിൽ പാസാക്കിയത്. സഭയ്ക്ക് പുറത്തും പ്രതിപക്ഷം പ്രതിഷേധിച്ചു. ഇന്നലെ പ്രതിപക്ഷ പ്രതിഷേധം മറികടന്ന് ബിൽ ലോക്സഭയിൽ പാസാക്കിയിരുന്നു. തൊഴിലുറപ്പ് പദ്ധതി വിവാദങ്ങൾക്ക് പിന്നാലെ ബംഗാളിലെ സർക്കാർ തൊഴിൽ പദ്ധതിക്ക് ഗാന്ധിജിയുടെ പേര് നൽകാൻ മമതാ ബാനർജി. സംസ്ഥാന സർക്കാരിന്റെ കർമ്മശ്രീ പദ്ധതിയാണ് ഇന്നു മുതൽ ഗാന്ധിജിയുടെ പേരിൽ അറിയപ്പെടുക. ഒരു ബിസിനസ് കോൺക്ലേവിൽ സംസാരിക്കുമ്പോഴായിരുന്നു മമതയുടെ ഈ പ്രഖ്യാപനം. ദില്ലിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള എയർ ഇന്ത്യ വിമാന സർവീസ് റദ്ദാക്കി. കനത്ത പുകമഞ്ഞിനെ തുടർന്നാണ് വിമാന സർവീസ് റദ്ദാക്കിയത്. എയർ ഇന്ത്യ ബദൽ സംവിധാനം ഒരുക്കുന്നില്ലെന്നാണ് പരാതി. യാത്രക്കാർ സ്വന്തം ചെലവിൽ നാട്ടിലേക്ക് മടങ്ങണമെന്നാണ് എയർ ഇന്ത്യ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. റീഫണ്ട് 7 ദിവസത്തിനകം നൽകുമെന്നും അറിയിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വൈറലായ പാരഡി ഗാനം പോറ്റിയെ കേറ്റിയെ എന്ന പാട്ടിൽ യു-ടേൺ എടുത്ത സർക്കാർ. പുതിയ കേസ് വേണ്ടെന്നാണ് സർക്കാരിന്റെ നിർദ്ദേശം. കഴിഞ്ഞ ദിവസം എടുത്ത കേസിൽ മെല്ലെപോക്കെന്ന സമീപനമാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. പാട്ടിൽ കൂടുതൽ കേസ് വേണ്ടെന്ന് എഡിജിപി ജില്ലാ പോലീസ് മേധാവിമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് പാട്ട് നീക്കില്ലെന്നും മെറ്റയ്ക്കും ഗൂഗിളിനും കത്തയക്കില്ലെന്നും അറിയിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.